എൻ്റെ എല്ലാം കുട്ടിക്കാലത്ത് വീട്ടിലെ മുതിർന്നവർ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഇന്നത്തെ പോലെ അണുകുടുംബമായിരുന്നില്ല ഞാനെല്ലാം വളരുന്ന കാലഘട്ടം. എൻ്റെ അമ്മയുടെ അപ്പൻ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ കുടുംബത്തിലെ മുതിർന്നവർ കഥകൾ പറഞ്ഞു തരികയും കഥകളുള്ള പുസ്തകങ്ങൾ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളർന്നതിന് ശേഷവും കഥ വായിക്കാൻ വളരെയധികം കൗതുകമുണ്ട്. പക്ഷെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അധിക സമയവും വായിക്കുമ്പോൾ കഥ ഇതര വിഭാഗങ്ങളാണ്. വൈജ്ഞാനിക സാഹിത്യം, സമൂഹത്തെക്കുറിച്ചും മറ്റുമുള്ള പഠനങ്ങൾ, ഇതാണ് കൂടുതൽ വായിക്കുന്നത് എന്നുള്ളൊരു സത്യമാണ്. എന്നാലും മനസ്സിന് വളരെയധികം സ്വച്ഛത തോന്നുന്നത് ഒരു കഥയോ കവിതയോ വായിക്കുമ്പോഴാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇഷ്ടപ്പെട്ട കഥകൾ ഏതാണ് എന്ന് ചിന്തിച്ചാൽ മഹാഭാരതവും രാമായണവുമായി ബന്ധപ്പെട്ട കഥകൾ, ബൈബിളുമായി ബന്ധപ്പെട്ട കഥകൾ, ബുദ്ധനെ പോലുള്ള ഞാൻ മഹാവിപ്ലവകാരി എന്ന് കരുതുന്ന ലോകത്തെ ഇളക്കിമറിച്ച ചിന്തകൻ, അവർ പറഞ്ഞു തന്നിട്ടുള്ള സാരോപദേശ കഥകൾ, ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. മകൻ മരിച്ചുപോയതിൽ ദുഃഖവുമായി മകന്റെ ജീവൻ തിരിച്ചു തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബുദ്ധനോട് ചെന്നപ്പോ ബുദ്ധൻ ഒരു വിഷമവുമില്ല, ജീവൻ തിരിച്ചു തരാം, പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി, ആരും മരിച്ചിട്ടില്ലാത്തവർ ഉള്ള ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കടുക് വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അയച്ച ആ ഒരു കഥയുണ്ട്. എല്ലാ വീട്ടിലും മരണമുണ്ടായിട്ടുണ്ട് എന്ന വലിയൊരു സത്യം, നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന വസ്തുതയിലേക്ക് മകൻ മരിച്ചതിൻ്റെ ദുഃഖം കൊണ്ട് മകനെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് മാത്രം വിചാരിക്കുന്ന ആ അമ്മയെ ഈ യാഥാർത്ഥ്യത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ബുദ്ധന്റെ വലിയ സാരോപദേശ കഥ, ദാർശനികമായ കഥ, അതുപോലുള്ള ഒരുപാട് കഥകൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് കഥ എന്താണ്, കഥയ്ക്ക് ജീവിതത്തിലുള്ള സ്ഥാനം, ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ കുട്ടിക്കൃഷ്ണമാരാരെ അനുസ്മരിച്ചുകൊണ്ട്, കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹത്തിന്റെ ഒരു കൃതിക്കിട്ട പേര് ഞാൻ ഓർക്കുകയാണ്. കല ജീവിതം തന്നെ എന്നാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ പ്രസിദ്ധമായ രചനയുടെ പേര്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, കഥ ജീവിതം തന്നെയാണ്. കഥകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യമാണ്, കഥയില്ലാത്ത ഒരു ലോകമുണ്ടോ? കഥയില്ലാത്ത ഒരു ലോകം എങ്ങനെയിരിക്കും? അതിൽ കുഞ്ചൻ നമ്പ്യാരാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളത്, വായു ഇല്ലാത്ത ലോകം എങ്ങനെയായിരിക്കും? അത് അദ്ദേഹം കുഞ്ചൻ നമ്പ്യാർ വളരെ കൗതുകരമായി ചിത്രീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് അതുപോലുള്ള ഒരു അവസ്ഥയായിരിക്കും. കഥയില്ലാത്ത ഒരു ലോകത്ത് ജീവിതമുണ്ടാവില്ല. കഥയില്ലാത്ത ലോകത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അപ്പൊ കഥയ്ക്ക് മനുഷ്യ ജീവിതത്തിലുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന് മൂല്യബോധം പകർന്നു കൊടുക്കുകയും ജീവിതബോധം പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദാർശനിക സ്വഭാവമുള്ള കഥകളാണ് കാലാതിവർത്തിയായി നിലനിൽക്കുന്നത്. എല്ലാ നാടോടി കഥകളും നാടൻ കഥകളും ഇത്തരത്തിൽ ദാർശനികമായ മാനങ്ങളുള്ള കഥകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. DC ബുക്സിന്റെ ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു.